ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. വണക്കം മക്കളെ, എന്തെല്ലാം സുഖമാണോ എന്റെ മക്കൾക്ക്? സോ ഞാനൊരു വീഡിയോ ആയിട്ട് എന്റെ മക്കളെ മുന്നിലേക്ക് വന്നതാണ്. NMS പഠിക്കാൻ താല്പര്യമുള്ള മക്കളാണ്, NMS ഈ പ്രാവശ്യം കിട്ടണം താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം ആദ്യമേ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോവാണ്. അത് തികച്ചും ഫ്രീ ആയിട്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഈ കമന്റ് ബോക്സിൽ താഴത്ത് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. എന്റെ മക്കൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ സ്ലൈഡുകൾ, അതേപോലെ തന്നെ അതിന്റെ താഴത്ത് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനൽ കാണാം. ആ ചാനൽ ഡെയിലി നമ്മൾ പോൾസ് നടത്താറുണ്ട്. എന്റെ മക്കൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. സോ ഞാൻ ഇവിടെ ഒരു ചോദ്യമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലും കണ്ടതുപോലെ വന്നതായിരിക്കും, എത്ര ആയിരിക്കും ഈ പ്രാവശ്യത്തെ NMS കട്ട് ഓഫ്? ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്. എപ്പോ എന്റെ കമന്റ് ബോക്സിലും എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാ മക്കളും ചോദിക്കാറുണ്ട്, സാറേ എത്ര മാർക്ക് നേടിയ NMS നേടാം, എത്രയാണ് NMS നേടാൻ വേണ്ടി മാർക്ക്? ഓരോ ജില്ലയിലും ഒരുപോലെയാണോ, അല്ലെങ്കിൽ വ്യത്യാസമാണോ, അല്ലെങ്കിൽ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഒരുപാട് കുട്ടികൾ ഡൗട്ട് ഉണ്ടാവും. അതെല്ലാം ക്ലിയർ ആക്കാൻ തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ പ്രാവശ്യം NMS നേടണം, സെറ്റ് ആക്കിയിട്ട് മാറ്റണം. മക്കളെ, ഈ പ്രാവശ്യത്തെ സൈലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രാവശ്യത്തെ സൈലത്തിന്റെ ബാച്ച് നിങ്ങൾ തികച്ചും സൗജന്യമായി ഞങ്ങൾ നൽകാൻ വേണ്ടിപ്പാണ്. ബ്രഹ്മോസ് ബാച്ച് എന്ന ബാച്ചാണ്, നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും. മക്കളെ, അതിലെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നൽകാൻ വേണ്ടി പോവാണ്. അത് തികച്ചും ഫ്രീ ആയിട്ട്. മക്കൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ബ്രഹ്മോസ് ബാച്ച് ഉണ്ടാവും. എങ്ങനെ കിട്ടുന്ന വീഡിയോ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എത്ര ആയിരിക്കും ഈ പ്രാവശ്യത്തെ NMS നേടാൻ വേണ്ടി വരുന്ന മാർക്ക്. ഒരു പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഏകദേശം 2018 മുതൽ NMS ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എത്രയായിരുന്നു കട്ട് ഓഫ്? 105 മാർക്കായിരുന്നു കട്ട് ഓഫ്. കഴിഞ്ഞ പ്രാവശ്യം നോക്കുന്ന സമയത്ത് ഈ 105 കട്ട് ഓഫ് മാറി. കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് വന്നത് 140 മാർക്കാണ്. മക്കളെ, നിങ്ങൾ അറിയിക്കേണ്ടത് ഓരോ വർഷം കട്ട് ഓഫ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറേ, എക്സാം സിമ്പിൾ ആവണോ? എക്സാം സിമ്പിൾ ആവുന്നില്ല, എക്സാം ടഫ് ആവുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് മത്സരിക്കുന്ന കുട്ടികളുടെ ആവേശം കൂടുതലാണെങ്കിൽ മക്കൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ എന്റെ മക്കൾ, അടുത്തൊരു ഡൗട്ടാണ്, NMS മാത്രമാണ് നിങ്ങൾക്കുള്ള എക്സാം. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, NMS എക്സാമിനേഷന് അതേ സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് NMS എക്സാം മാത്രമല്ല ഉള്ളത്, അല്ലാണ്ട് ഒരുപാട് എക്സാമുകളുണ്ട്. ഏതൊക്കെയാണ് നല്ലത് അത് ഞാൻ എന്റെ മക്കൾ പറഞ്ഞുതരാം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ 8ാം ക്ലാസ്സിലെ ഈ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ NMSഉം 8ാം ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് നോക്കാം എത്ര മാർക്കായിരിക്കും NMSന് വരിക. ഇപ്പൊ സ്വാഭാവികമായിട്ട് NMS നേടാൻ ചെറിയൊരു ക്രൈറ്റീരിയ എന്റെ മക്കൾക്ക് അറിയാം. 40% മാർക്സ് ഇൻ മാത്ത് ആൻഡ് സാറ്റിൽ കിട്ടണം. എന്നാൽ നിങ്ങൾക്ക് എലിജിബിൾ ആയി കിട്ടും. അഥവാ NMS രണ്ട് രീതിയിലുണ്ട്. അഥവാ സ്കോളർഷിപ്പിന് അർഹരാവരും എലിജിബിലിറ്റി ഉണ്ടാവുന്നവരുണ്ടാവും. അതായത് നിങ്ങൾ ജസ്റ്റ് NMS എലിജിബിൾ ആയി കിട്ടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എലിജിബിൾ നല്ല നമുക്ക് പ്രാധാന്യം. 48,000 രൂപ കിട്ടണമെങ്കിൽ നമുക്ക് NMS കിട്ടുന്നത് വേണം. കേരളത്തിൽ ഏകദേശം എത്ര കുട്ടികൾ കിട്ടുക മക്കളെ? 3473 സ്റ്റുഡൻസ് ക്യാൻ എന്ത് ചെയ്യും, ഓൺലി ഗെറ്റ് എലക്ടഡ് ഫ്രം ദ കേരള. അതായത് ഏകദേശം ഇന്ത്യയിൽ 1,00,000 മക്കൾക്കാണ് ഈ സ്കോളർഷിപ്പ് കൊടുക്കുക. അതിൽ ഓരോ സ്റ്റേറ്റിലെയും എന്തിനനുസരിച്ച് ജനസംഖ്യ അനുപാതമായിട്ടാണ് കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ കേരളത്തിൽ 3473 കുട്ടികൾ കിട്ടും. ആ കേരളത്തിലെ മൊത്തമാണോ? അല്ല, ഓരോ ജില്ലക്കും ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയക്ക് അനുസരിച്ചാണ് മാർക്ക് വരിക. അഥവാ നിങ്ങളുടെ ജില്ലയിൽ എത്രയാണോ കട്ട് ഓഫ്, ആ കട്ട് ഓഫ് ആയിരിക്കില്ല മറ്റൊരു ജില്ലയിൽ ഉണ്ടാവും. ആ രീതിയിലായിരിക്കും ഉണ്ടാവും. അപ്പൊ എന്റെ മക്കൾ ഡൗട്ട് ഉണ്ടാവും, ഏത് ജില്ലയിലാണ് കട്ട് ഓഫ്, ഏത് ജില്ലയിലാണ് കട്ട് ഓഫ് കുറവെന്നുണ്ടാവും. മക്കളെ, കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ തന്നെ കണക്ക് ഈ രീതിയിലാണ്. NMS 2024 ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് മാർക്ക് കമ്മീഷണർ ഓഫ് ഫോർ ഗവൺമെന്റ് എക്സാമിനേഷൻ കേരള കൃത്യമായിട്ട് ഇറക്കിയ ഒരു റിലീസിങ് ചെയ്ത ഒരു നോട്ടീസാണ്. ഇതെന്റെ മക്കൾ കാണിച്ചു തരാൻ എനിക്ക് തോന്നി. ഞാൻ ജസ്റ്റ് എന്റെ മക്കൾ നോക്കാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജില്ലകളിൽ ഓരോന്നിനും സെപ്പറേറ്റ് എടുത്ത് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ, അഥവാ OBC എന്താവട്ടെ, ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന മാർക്കിന്റെ ഒരു ലിസ്റ്റ്. ഇനി അഥവാ SC വിഭാഗക്കാരാണെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയും, SC വിഭാഗക്കാർ പറയും. അഥവാ പട്ടിക ജാതി വർഗ്ഗക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു രീതിയിലുണ്ട്. ST കാരാണെങ്കിൽ, ഷെഡ്യൂൾഡ് ട്രൈബുകാർക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള നിങ്ങൾക്കുള്ള പരിഗണന ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസേബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും പ്രത്യേക എന്തുണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ എന്റെ മക്കളെ മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ ലക്ഷദ്വീപ് എന്ന മക്കളൊക്കെ ആണെങ്കിലോ നിങ്ങൾക്ക് ST വിഭാഗത്തിൽ നിങ്ങൾ വിടാം. നിങ്ങൾക്ക് കുറച്ച് മാർക്ക് വാങ്ങിയാൽ മതി, നിങ്ങൾ നേടാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ആകെ എനിക്ക് തോന്നുന്നു വയനാട് ജില്ലയിൽ മാത്രമാണ് 110 കട്ട് ഓഫ് വരുന്നത്. ബാക്കി എല്ലായിടത്തും അതിനേക്കാൾ കുറവാണ് വരുന്നത്. അപ്പം എന്റെ മക്കൾ നല്ല രീതി നോക്കിയാൽ NMS കിട്ടും. നോക്കാട്ടോ, നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ മക്കളാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ, തിരുവനന്തപുരം ജില്ലക്കാരുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് ഇടാം കേട്ടോ. ഞാൻ ഓരോ ജില്ലക്കാർക്ക് ഓരോ ഹാർട്ട് ഇടാം. എത്രത്തോളം മക്കൾ ഏതൊക്കെ ജില്ലയിൽ ഉണ്ട് നോക്കാം നമുക്ക്. നോക്കാം കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ 124 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ 124 മാർക്കോ? ആ സമയത്താണ് ഞാൻ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞത്, കോഴിക്കോട് മലബാർ ജില്ലയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ, കോഴിക്കോട് മലബാർ ജില്ലയിലെ ആൾക്കാരുണ്ടെങ്കിൽ ഒരു പച്ച ഹാർട്ട് ഇടോ. ഞാൻ നോക്കട്ടെ എത്ര ആൾക്കാർ കോഴിക്കോട് മലബാർ ജില്ലയിലുള്ള ആൾക്കാർ നോക്കാം. കോഴിക്കോട്, അതേപോലെ മലപ്പുറം,
ഈ 2 ജില്ലകൾ നോക്കിയാൽ നിങ്ങൾ കുറേയൊക്കെ സമാധാനം. കാരണം ഇവർക്ക് കിട്ടണമെങ്കിൽ 140, 138 കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്. അതിന് മുന്നത്തെ വർഷങ്ങളിലെ കട്ട് ഓഫ് എന്ന് പറഞ്ഞെങ്കിൽ 120, എനിക്ക് തോന്നുന്നു 132 സംതിങ് ആണ് വരുന്നത്. അത് 126 ഉണ്ടായിരുന്നു, 136 ആയിരുന്നു. ഇപ്പൊ 138 ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ട്. ഓരോ കൊല്ലം കൂടുന്നതനുസരിച്ച് 4, 5 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വർഷത്തെ കട്ട് ഓഫ് എത്ര എന്നല്ലേ പറഞ്ഞുതരാം കേട്ടോ, ലാസ്റ്റ് വീഡിയോ അനുസരിച്ച് പറഞ്ഞുതരാം. പിന്നെ തൃശ്ശൂർ ജില്ലക്കാരും ഇതേപോലെ തന്നെ കൃത്യമായി ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നു നോക്കിയുള്ള പത്തനംതിട്ട ജില്ല, അതേപോലെ തന്നെ ആലപ്പുഴ ജില്ല, അതേപോലെ കോട്ടയം ജില്ല, ഇടുക്കി ജില്ല, അതേപോലെ എറണാകുളം ജില്ല. ഈ 3 ആൾക്കാരും നിങ്ങൾ മൊത്തം ആൾക്കാർ നിങ്ങൾ ഏതാ ജില്ല എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഞാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജില്ലക്കാരൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കുള്ള ചാൻസസ് കുറച്ചുകൂടി കൂടുതലാണ്. തിരൂർ, കൊല്ല, പത്ത, കോട്ട, എറണാകുളം വരെയുള്ളവർക്ക് നിങ്ങൾക്ക് എന്താണ് 124 മാർക്ക് വാങ്ങിയാൽ മതി, നിങ്ങൾ സെറ്റായിട്ട് മാറാൻ കിട്ടും. അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, ആദ്യമേ അടിപൊളിയായി പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. ആ സമയത്ത് എനിക്ക് മലപ്പുറം, കോഴിക്കോട് ജില്ലയിലെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇത് വലിയ മാർക്കാണെന്ന് വെച്ചാൽ വലിയ മാർക്ക് തന്നെയാണ്, പക്ഷെ നേടിയെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ ഫോക്കസ്ഡ് ഓൺ ചെയ്താൽ മതി, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. കാരണം ബാക്കി 40 മാർക്ക് തെറ്റിയപ്പോൾ നിങ്ങൾ വിഷയമല്ല, എന്നാൽ പോലും എൻ്റെ മക്കൾക്ക് NMS കിട്ടും. ആ സമയത്ത് SC വിഭാഗക്കാരും ST വിഭാഗക്കാരും എനിക്ക് പറയാനുള്ളത്, ഒന്നും കൂടി നന്നായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഈ വീഡിയോ ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളുകളിൽ നിങ്ങൾ സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതലും SC ST വിഭാഗക്കാരെ കുട്ടികളെയും കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങളെ സ്കൂളുകളിൽ A+ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളുകളിൽ NMS കിട്ടാൻ കുറച്ചും കൂടി എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫലം കിട്ടും. കാരണം അവർക്കുള്ള മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെക്കാളും 10 15 മാർക്ക് കുറഞ്ഞാൽ പോലും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ആ രീതിയിലേക്ക് നിങ്ങൾ സ്കൂളുകൾക്ക് എന്ത് ചെയ്യും, കിട്ടാൻ സാധിക്കും. സോ ഇതാണ് എൻ്റർലിയുള്ള ഈ 2024 കട്ട് ഓഫ്. അപ്പൊ എന്റെ മക്കൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ വർഷം എത്ര ആയിരിക്കും കട്ട് ഓഫ് ഉണ്ടാവും. ഒരു പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, എന്തായാലും കട്ട് ഓഫ് താവണമെങ്കിൽ അത്രത്തോളം എക്സാം ടഫ് ആണ്. പക്ഷെ ഈ എക്സാമിന്റെ പ്രത്യേകത, NMS എക്സാമിനേഷൻ മെറിറ്റ് എക്സാമിനേഷൻ ആണ്. അഥവാ സാധാരണക്കാരന്റെ സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള എക്സാം ആണ്. ഒരിക്കലും എക്സാം ടഫ് ആവാൻ ചാൻസ് കുറവാണ്. ടഫ് ആവുകയാണെങ്കിൽ അത്രത്തോളം ടഫ് ആവില്ല. ഒന്നെങ്കിൽ സാറ്റ് ടഫോ അല്ലെങ്കിൽ മാറ്റ് ടഫോ, രണ്ടും കൂടി ടഫ് ആയത് ഇതിനായിട്ട് ചരിത്രത്തിൽ കേട്ടിട്ടില്ല. ബട്ട് എന്റെ മക്കൾ പറഞ്ഞുതരാം, ഈ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്തായാലും കൂടും. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരും അതേപോലെ കോഴിക്കോട് ജില്ലക്കാരും ബാക്കിയുള്ള എല്ലാ ജില്ലക്കാരും കൃത്യമായി ശ്രദ്ധിച്ചോളി. ഈ പ്രാവശ്യം നിങ്ങൾ കട്ട് ഓഫിനേക്കാൾ ഒരു 4 5 മാർക്ക് കൂടും. അഥവാ മലപ്പുറം ജില്ലയിൽ ഈ പ്രാവശ്യം കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളത് ഒരു 142 146 ഇടയിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് വരാം. അതേപോലെ കോഴിക്കോട് ജില്ലക്ക് 138 മുതൽ നിങ്ങൾക്ക് 138 കഴിഞ്ഞ വർഷം, നിങ്ങൾക്കും ഇതേപോലെ 142 148 കട്ട് ഓഫ് വരാം. ബാക്കിയുള്ള ജില്ലക്കാർക്ക് 130 മുകളിലേക്ക് എത്താൻ ചാൻസ് കുറവാണ്. അത്രത്തോളം കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളൂ. സോ എന്നിരുന്നാലും എൻ്റെ മക്കൾ പഠിക്കാൻ കിട്ടും. മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. എങ്ങനെ പഠിക്കുന്ന ആലോചിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, നന്നായിട്ട് കൺസിസ്റ്റൻസി ചെയ്ത് ഡിസിപ്ലിൻ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്താൽ എൻ്റെ മക്കൾ കിട്ടും. അഥവാ നിങ്ങൾ ഒരു ദിവസം പഠിച്ചാൽ കിട്ടൂല. പ്രത്യേകിച്ച് ഇതിൽ മാറ്റൊക്കെ അത് എത്രത്തോളം പ്രശ്നമാണ്. മാറ്റൊക്കെ നന്നായിട്ട് എന്നും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കിഡിലാക്കി എൻ്റെ മക്കൾ തന്നിട്ടുണ്ട്. യോധ ബാച്ച് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത മക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രഹ്മോസ് ബാച്ച് ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ സൈലത്തിൻ്റെ ആപ്പ്, നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിൽ നിങ്ങൾ ആപ്പിൾ സ്റ്റോറിലോ കയറുക. ജസ്റ്റ് സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാച്ചിലേക്ക് ആക്സസ് ചെയ്യാൻ കിട്ടും. ആ ബാച്ചിൽ നിങ്ങൾക്ക് ക്ലാസ് അടുത്ത ആഴ്ച മുതൽ നമ്മൾ തുടങ്ങും. മാക്സിമം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ 1200 1300 കുട്ടികളാണ് കയറി കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ 2000-2500 കുട്ടികളെ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അടിപൊളിയായിട്ട് പഠിക്കാം, സെറ്റാക്കി പഠിക്കാം. മക്കളെ എന്ന് സായാലും നിങ്ങളെ കൂടെ ഉണ്ട്, നമുക്ക് പൊളിച്ചെടുക്കണം. കുറച്ചും കൂടി അപ്ഡേറ്റ് ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ ഞാൻ എപ്പോഴും പറയും, അത് നമ്മൾ യോധ ബാച്ചിലാണ് കൊടുക്കുന്നത്. കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്യുന്നുണ്ട്. സോ രണ്ടും കൂടി കൊണ്ടുപോകാം. കാരണം 8ാം ക്ലാസ്സിലെ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് ചോദിക്കുക. നിങ്ങൾ USS നേടിയ മക്കളാണെങ്കിൽ 100% നിങ്ങൾക്ക് USS നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. അഥവാ എല്ലാ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നത്. അതേപോലെ 8ാം ക്ലാസ്സിൽ എല്ലാ ചാപ്റ്ററിനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ സ്കൂളിൽ USS കിട്ടിയ മക്കൾ ഉണ്ടാവില്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ല, അവർക്കൊന്നും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. NMS എഴുതാൻ പോകുന്ന മക്കൾക്കും എന്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് എത്തിക്കുക. സോ NMS ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. നമുക്ക് പൊളിച്ചടക്കണം, കിടിലാക്കി നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ.